മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ആലസ്യത്തിലാണ്. എനിക്ക് അങ്ങനെയുള്ള നൊടുക്ക് വിധികളൊന്നും അറിയത്തില്ല നിങ്ങളുടെ അറ്റൻഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. എനിക്ക് 5 മിനിറ്റ്സ് ടൈമാണ് തന്നിരിക്കുന്നത്. ന്യൂ സ്ട്രാറ്റജി ഞങ്ങൾ ചീമിൽ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ ഞങ്ങളുടെ അച്ഛനാണ്, ആൻ്റണി അച്ഛൻ, വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ തന്നുകൊണ്ടാണ് ഞങ്ങൾക്കത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അതിന് പുറമെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, ചീമിലെ ടീച്ചേഴ്സ് വളരെ വൈബ്രൻ്റ് ആണ്. അവർ 70 അല്ല, 235 അല്ല, അതൊന്നും അല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അവർ വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ന്യൂ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ബുള്ളറ്റ് പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ആ പോയിന്റ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ എങ്ങനെ അത് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ 2023 ഓഗസ്റ്റിൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏകദേശം 38-40 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരിൽ നിന്ന് അവൈലബിൾ ആയിട്ട് ഉള്ളവരെ ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ വർക്ക്ഷോപ്പിൽ എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസൺ പ്ലാൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കൺവെൻഷണൽ മെത്തേഡുണ്ട്. കൺവെൻഷണൽ മെത്തേഡിൽ ഇരുന്നവരെ നമ്മൾ ഉന്തിയും തള്ളിയാണ് നമ്മൾ ഈ പുതിയ സ്ട്രാറ്റജിയിലെ ലെസൺ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. അത് കുറച്ച് പാടാണ്. കാരണം നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന മെത്തേഡ് ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ എല്ലാവർക്കും പാടാണ്. ഈ പണ്ടത്തെ DPEP ആണ്, ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞാണ്, പണ്ടത്തെ DPEP സമ്പ്രദായം പോലെ ഒരു ഇതാണ് ന്യൂ സ്ട്രാറ്റജി. ഇപ്പം ന്യൂ സ്ട്രാറ്റജിയിലെ ലെസൺ പ്ലാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഷാജിമൻ ചേട്ടനും ജയ്മോനും എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ കൺവിക്ഷൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാബിറ്റ് ഇത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു ആ ലെസൺ പ്ലാൻസ്. അത് പക്ഷേ ഇവിടെ തുറക്കാൻ പറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒന്ന് എഴുതിച്ചേക്കാവോ? ചീമിലെ ടീച്ചേഴ്സ് ഇവാലുവേഷനും എക്സാം കാര്യങ്ങളും എല്ലാം ഞങ്ങളിപ്പോൾ ഓൺലൈനാണ് ചെയ്തത്. അതുകൊണ്ട് CSMGയുടെ സൈറ്റ് ഡൗൺ ആയപ്പോൾ ഏറ്റവും ഞങ്ങൾ നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഈവൻ അറ്റൻഡൻസ് പോലും എടുക്കാൻ പറ്റാതെ വന്നായിരുന്നു. അപ്പോൾ ലെസൺ പ്ലാൻസ് ഒക്കെ ഞങ്ങൾ അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾസ് വേണമെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ലെസണും ചിലപ്പോൾ ചില ക്ലാസ്സുകൾക്ക് ഞങ്ങൾക്ക് 1 hour ടൈം ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ടൈമിന് സ്പേസ് ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ 1 hour ഞങ്ങൾക്ക് ചില ക്ലാസ്സുകൾക്ക് ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആ ഒരു ലെസണിൻ്റെയാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ലെസൺ ഞങ്ങൾ ഇവാലുവേഷൻ നടത്തുന്നത് ഹോംവർക്ക്, അവരുടെ ബിഹേവിയർ, അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഈ 3 സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഈ മാർക്ക് ഞങ്ങൾ അവിടെ തന്നെ ആ ലെസണിൽ തന്നെ ഞങ്ങളത് സ്കോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി എന്നാന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് പിന്നെ അതിൻ്റെ സ്കോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങളതെല്ലാം കാൽക്കുലേഷനിൽ വരുന്നതുകൊണ്ട് പിന്നെ പിള്ളേരുടെ വീണ്ടും സ്കോർ അങ്ങനെ തപ്പാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഹൗസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ 4 ഹൗസായിട്ട് തിരിച്ച് ഞങ്ങൾക്ക് ഹൗസ് ആനിമേറ്റർ ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ ഓരോ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ സ്കോറ് ഇന്റേണൽ അസസ്മെന്റിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ നമ്മൾ അങ്ങനെ ആ ഒരു ഇന്റേണൽ അസസ്മെന്റ് ഉണ്ട്, ഇന്റേണൽ സ്കോർ ഉണ്ടെന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് അവരെ നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെയൊക്കെ എനിക്ക് കാണിക്കായിരുന്നു, പക്ഷേ സൈറ്റ് അപ്പ് അല്ലാത്തതാണ്. പിന്നെ വിശ്വാസോത്സവം അത് ഞങ്ങൾ ചെയ്തു. വിശ്വാസോത്സവം ആ ബുക്കാണ് ഞങ്ങൾ ഫോളോ ചെയ്ത്. ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു വിശ്വാസോത്സവം. അപ്പോൾ ഞങ്ങൾ ടേം ഹോളിഡേയ്സ് ആണ് ഞങ്ങൾ വിശ്വാസോത്സവം യൂസ് ചെയ്തത്. ഇനിയുണ്ട് കവർ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ഫെബ്രുവരി ടേം ഹോളിഡേയ്സ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഈസ്റ്ററിന് യൂസ് ചെയ്തു. അപ്പം പിള്ളേർക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു വിശ്വാസോത്സവം ചെയ്തപ്പോൾ. പിന്നെ അസസ്മെന്റ് ടൈപ്സ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ മിഡ് ടേം അസസ്മെന്റ് ചെയ്തു. അത് 2 രീതിയിൽ ചെയ്തു. ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ബുക്കും ക്ലോസ്ഡ് ബുക്കും ആയിരുന്നു. ഓപ്പൺ ബുക്കിൽ അത് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലർ ഓപ്പൺ ബുക്കിൽ പിള്ളേരോട് ബുക്ക് വായിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ബുക്ക് ക്ലോസ് ബുക്ക് ഞങ്ങൾ 2ഉം ചെയ്തു. അപ്പം ചിലരോട്, അതായത് ഹയർ ക്ലാസ്, നമുക്ക് കൊച്ചു പിള്ളേരോട് ഓപ്പൺ ബുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാതാപിതാക്കൾക്ക് എക്സ്ട്രാ ബേർഡനാണ് എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് വരും. അപ്പം ഒരു ഇയർ 6 അബവ് സീനിയർ ഗ്രൂപ്പിലേക്കാണ് ഞങ്ങൾ ഓപ്പൺ ബുക്ക് ചെയ്തത്.
അപ്പോൾ അവരോട് റിഫ്ലക്റ്റീവായിട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് നിങ്ങൾ ഈ ബുക്ക് വായിച്ച്, നിങ്ങൾ ലെസൺ വായിച്ച്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കൂടി ഇട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അതിൻ്റെ സ്കോർ ചെയ്തു. പ്ലസ് പിന്നെ ക്ലോസ് ബുക്കിൽ നമ്മൾ എക്സാം ലെസൺസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇട്ടു. അത് ടീച്ചേഴ്സ് തന്നെ എക്സ്ട്രാ അവരുടെ എഫേർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇട്ടത്. നമ്മൾ എപ്പാർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇട്ടേന്ന് എടുത്തത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ളത് അത് ടീച്ചേഴ്സ് പറയുകയാണ് എപ്പാർക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. പക്ഷേ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുത്തിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഓപ്പൺ ബുക്കും ക്ലോസ് ബുക്കുമായിട്ടാണ് അസസ്മെന്റ് ടെസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ നിന്ന് ഫീഡ്ബാക്ക് എടുത്തു, ടീച്ചേഴ്സിന്റെ നിന്ന് എടുത്തു. ഫീഡ്ബാക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, വി ഫീൽ ലെസ് സ്ട്രെസ് ദാൻ ദി പ്രീവിയസ് ഇയേഴ്സ് ഡ്യൂ ടു ദി നേച്ചർ ഓഫ് ദി എക്സാം. അവർക്ക് എക്സാംസ് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് എക്സാംസ് അവർക്ക് ഓക്കെ ആയിരുന്നു എന്നാണ് ഇയർ 7 ക്ലാസ് പറഞ്ഞു. പിന്നെ വി അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്സ് മോർ ഈസിലി വിത്ത് ആക്ടിവിറ്റി ടെഡ് ക്ലാസ്സസ്. അത് ഇയർ 8 ക്ലാസ് അങ്ങനെ പറഞ്ഞു. അവർക്ക് ആക്ടിവിറ്റീസ് ഇയർ 8 പിള്ളേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് ഇരുന്ന് ഭയങ്കര ബോറിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ അവർക്ക് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുന്നു, ടോപ്പിക് വൈസ് സ്കിറ്റ് കൊടുക്കും. ഇപ്പം ഞങ്ങൾ ഇയർ 9 ഒക്കെ കണ്ടു, അവർ സ്കിറ്റ്, ഞങ്ങളുടെ പള്ളിയിൽ പരിമിതി സ്ഥലമുള്ളൂ എങ്കിൽ അത് വെച്ച് തന്നെ ടീച്ചേഴ്സ് സ്കിറ്റ് ചെയ്തു. പിന്നെന്താ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ക്വിസ് കുറേ ചെയ്തു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ആ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ സ്കോറായിട്ട് എടുത്തായിരുന്നു. പിന്നെ പിള്ളേർ പറഞ്ഞു, ഇയർ 6 പിള്ളേർ പറയുന്നു ക്ലാസ്സസ് ആർ മോർ എൻജോയബിൾ. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് സ്കോറിങ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസിനായിരുന്നു. അപ്പോൾ അതിൽ പിള്ളേർ കുറേ സ്ട്രെസ് ആവുന്നു എന്നൊക്കെ ഒരു സംസാരം വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഗ്രേഡിംഗ് ആണ്. അപ്പോൾ ഗ്രേഡിംഗ് ഇട്ടപ്പം കുറേ പേർക്ക്, അതായത് ഒരു ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതിനേക്കാളും ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഗ്രേഡിംഗ് കിട്ടുന്നത് അവർക്കത് ഹാപ്പിയായി. അപ്പോൾ ഈ പ്രാവശ്യം ഗ്രേഡിംഗ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇയർ 10 ക്ലാസ് വരെ ഗ്രേഡിംഗ് ലെസ് കോമ്പറ്റീറ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിനെ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തപ്പം ടീച്ചേഴ്സിന് ഇനിഷ്യലി സ്ട്രഗിൾ ഉണ്ട്, അത് ഉറപ്പാണ്. ലെസൺ പ്ലാൻസ് നമ്മൾ ഇതുവരെ അങ്ങനെ നമുക്കൊരു ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ലെസൺ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം വേറൊരു ടീച്ചർ കവർ ചെയ്യാൻ വരുന്നയാൾക്ക് നമ്മളെങ്ങനെ ഇതിനു മുമ്പൊക്കെ കാറ്റഗിസം ക്ലാസ് അന്ന് പോയി ഓടിപ്പോയി പെട്ടെന്നൊരു ലെസൺ എടുത്ത് തുറന്നു ലൈൻ ബൈ ലൈൻ വായിച്ചു കൊടുത്തു, അങ്ങനെയല്ല. അപ്പോൾ ലെസൺ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ദിവസം എന്താ ആക്ടിവിറ്റി ചെയ്യണം, എന്താണ് അന്നത്തെ ടോപ്പിക്ക്, എന്താണ് ഒരു എക്സാമ്പിൾ കൊടുക്കുക, അതൊക്കെ അവർക്ക് ഓൾറെഡി ഒരു കവർ ടീച്ചറിന് പ്രിപ്പയർഡ് ആവാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ ലെസൺ പ്ലാൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയറും ഇനി ഫർദർ ഇയേഴ്സും നമുക്കത് യൂസ് ചെയ്യാം. കുറച്ച് വല്ല അമെൻമെന്റ്സ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ മോർ ഇന്ററാക്ഷൻ വിത്ത് ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ ആണ് അടുത്ത അവർ വേറൊരു ഫീഡ്ബാക്ക് ഇയർ 4 and 5 പറഞ്ഞ്. പിന്നെ ചിൽഡ്രൻ ഓപ്പൺലി ഷെയർ ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. കാരണം ഇന്ററാക്റ്റീവ് സെഷൻ ആകുമ്പോൾ ഉറപ്പായിട്ടും പിള്ളേർക്ക് കൂടുതലായിട്ട് ഇന്ററാക്ഷൻ നടക്കും. അടുത്തത് ഇതിന്റെ ഔട്ട്കം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ അനലൈസ് ചെയ്തു എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ അനലൈസ് ചെയ്തപ്പം പ്രീവിയസ് ഇയേഴ്സ് അറ്റൻഡൻസ് കമ്പയർ ചെയ്തപ്പം എസ്പെഷ്യലി നമുക്ക് അറ്റൻഡൻസ് കുറവ് വരുന്നത് സീനിയർ ഗ്രൂപ്പിലേക്കാണ്. അതിന്റെ പെർസെൻറ്റേജ് കൂടി. പിന്നെ ഇന്റേണൽ അസസ്മെന്റ് സ്കോർസ് അത് കൂടി. പിയർ സപ്പോർട്ട് വേറൊരു കാര്യം ഞങ്ങൾ നോട്ടീസ് ചെയ്ത് പിള്ളേർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ പറഞ്ഞായിരുന്നു, പിയർ സപ്പോർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നു, അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി ചലഞ്ചസ് പറയാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് ചലഞ്ച് വന്നത് ഈ ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ട്രഡീഷണൽ വേ ബ്രേക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് എൻകറേജ് ആയി അതിനകത്ത് ലെസൺ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവർക്ക് ആ ലെസൺ പ്ലാൻസിന്റെ ആവശ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ഓവർകം ചെയ്തത് ഞങ്ങൾ സെലക്റ്റഡ് ലെസൺ ആ വർക്ക്ഷോപ്പ് നടത്തിയപ്പം ടീച്ചേഴ്സിനോട് ഇഷ്ടമുള്ള ലെസൺ എടുക്കാൻ പറഞ്ഞിട്ട് ആ ലെസണിനെ കുറിച്ച് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ വർക്ക്ഷോപ്പ് നടത്തി. അവർക്കൊരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് നെക്സ്റ്റ് ലെസൺ പ്ലാൻസ് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഞാൻ ആ ഹൗസ് ഗ്രൂപ്പ്സിൻ്റെയും ഇതാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഹൗസ് ഗ്രൂപ്പ്സിൻ്റെയും. അതുപോലെ തന്നെ ഞങ്ങൾ ലെസൺ പ്ലാൻസ് കീപ്പ് ചെയ്യുന്ന എല്ലാം ഞങ്ങൾ CSMGയുടെ തന്നെ ഡൊമൈനിലാണ് കീപ്പ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കാറ്റഗിസത്തിന്റെ ഒരു കാര്യം ഔട്ട്സൈഡില്ല. താങ്ക് യു സോ മച്ച്. Thank you, Vinita, for explaining the new strategy of how you are doing your mission in a very effective way.